ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിമോണ്ടെ കോളനി എന്ന് പറയുന്ന അജയ് ജ്ഞാനമുത്തുവിൻ്റെ ഡെബ്യൂട്ട് ആയിട്ടുള്ള ആ ഒരു സിനിമയുടെ രണ്ടാം പാർട്ട്, ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഡിമോണ്ടെ കോളനിയുടെ ഈ ഒരു പാർട്ട് 2 എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ അരുൾനിധി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ, ആളുടെ കരിയറിലെ എല്ലാ പടങ്ങളും എടുത്തു കഴിഞ്ഞാലും മിക്കവാറും ഒരു 95% പടങ്ങളും ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ്. എനിക്കിഷ്ടമുള്ള ഒരു നടന്മാരിൽ ഒരാളും കൂടിയാണ് ഈ ഒരു അരുൾനിധി എന്ന് പറയുന്ന ഈ ഒരു ആക്ടർ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് വലിയൊരു പ്രതീക്ഷയുണ്ട്. ട്രെയിലർ എന്താണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപോകാം. യൂസ് ഹെഡ്ഫോൺസ് എന്നുള്ളത് നല്ല രസമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ബോബി ബാലചന്ദ്രൻ പ്രസൻസ്. അമ്പോ, ബ്ലാക്ക് ആൻഡ് വൈറ്റില് കിഡിലൻ സാധനം. ഈ പുള്ളിക്കാരി കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്, അതാണ് ആ ഷോട്ട്. സീൻ സാംസിയസ് മ്യൂസിക്കൽ. നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് ഈ പടത്തില്. അരുൾനിധി, ഡിമോണ്ടെ കോളനി, നമ്മ വീട്. അമ്പമ്പോ, ലുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് സീനും മോനെ. വിഷ്വലൊന്നും ഒരു രക്ഷയില്ലാട്ടോ. ഓ, എമ്മാതിരി ഫ്രെയിമുകളാണ്. അണ്ണം വந்தாറ്, വെഞ്ചൻസ് ഓഫ് ദ അൺഹോളി, അജയ് ജ്ഞാനമുത്തു ഫിലിം. കമ്മിങ് സൂൺ ടു ഹണ്ട് യു, തിങ്ക് മ്യൂസിക്. സോ അപ്പോൾ ട്രെയിലർ അത്യാവശ്യം പ്രോമിസിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നല്ല രസമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഡിമോണ്ടെ കോളനി ഫസ്റ്റ് എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞൊരു ഫീലായിരുന്നു. അത് കുറച്ചും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ചെറിയൊരു സാധനം, പക്ഷെ അത് ഒരു ഭയങ്കര രീതിയിൽ അവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടി ടൈമൊക്കെ നീട്ടി കിഡിലൻ ഫ്രെയിംസും കിഡിലൻ എന്താ പറയുക ജംസ്കാരി സീൻസൊക്കെ വെച്ച് അല്ലെങ്കിൽ ഹൊറർ എലമെന്റ്സ് ഒക്കെ വെച്ച് പടം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ജ്ഞാനമുത്തുവിൻ്റെ ഇതിന് മുന്നത്തെ ഫിലിം കോബ്ര എന്ന് പറയുന്ന പടം ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോയി കണ്ടതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകളെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.